കുർത്തിയുടെയും ചുരിദാറിൻ്റെയൊക്കെ നെക്ക് മലർന്നു പോകാതെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് വെച്ചേക്കുക. ഇതിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണേ. അത് 1/2 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ 1/2 ഇഞ്ച് ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം ആ 1/2 ഇഞ്ചിൽ നിന്ന് എത്രയാണോ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം ആവശ്യമായിട്ടുള്ളത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 6 ഇഞ്ചാണ് കഴുത്തിറക്കമായിട്ട് എടുക്കുന്നത്. ആ 6 ഇഞ്ചിനെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം അല്ലെങ്കിൽ വൈഡ് എന്നൊക്കെ പറയത്തില്ലേ, അത് 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 3 3 6 ഇഞ്ച് വരും. അപ്പോൾ ആ 3 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോക്സിനുള്ളിൽ നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് ഇച്ചിരി വൈഡ് ആക്കണം തോന്നുവാണെങ്കിൽ താഴേക്ക് നമുക്ക് വൈഡാക്കിയൊക്കെ മാർക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. കസ്റ്റമർ എന്നോട് സ്പെസിഫിക് ആയിട്ട് ഇന്ന നെക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചും കുറിച്ച് ഒരു ഷേപ്പ് ഒപ്പിച്ചെടുക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഷേപ്പാണ്. ഓക്കെ, 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ വീണ്ടും എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ഷേപ്പിനനുസരിച്ച് അതിനും കൂടെ ഒരു 1 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് 3/4 ഇഞ്ച് മാക്സിമം 1 ഇഞ്ചൊക്കെ മതി കേട്ടോ. ഒരുപാട് കുറഞ്ഞു പോവാതെയും നോക്കണം. 1 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാക്സിമം പോവാം. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള പീസിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബ്രിഡ്ജ് പോലെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഷോൾഡറിൻ്റെ അവിടുത്തെ പീസ് കട്ട് ചെയ്ത് പോവാതെ അത്രയും ഭാഗം പിന്നെ നമ്മൾ ഉള്ളിൽ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അതും കൂടെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ എക്സാക്റ്റ് തയ്യൽ എവിടെയാണോ വരേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് വെക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇത് തെന്നിപ്പോവാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേനും നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് അത്രയും പ്രശ്നം വരാറില്ല. അപ്പം നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്തെടുത്തത് അതേപോലെ കഴുത്തിറക്കം ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്കും ക്യാൻവാസിൽ തന്നെ നെക്ക് വരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മുന്നത്തെ പോലെ ഷോൾഡറിൻ്റെ വൈഡായിട്ട് 3 ഇഞ്ചും എടുത്തു, കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറുതെ ഒരു റൗണ്ട് ഷേപ്പാണ് നെക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നമ്മൾ തുണി കൊണ്ട് കഴുത്ത് മറിച്ചടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും പെർഫെക്റ്റ് ആവുക ഇതുപോലെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ തുണി കൊണ്ട് തന്നെ നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഭംഗി അതിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുന്നത് ഈ പറയുന്ന പോലെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മളോട് ചിലർ വീട്ടിലത്തേന് വേണ്ടിയിട്ടാണ് റഫ് യൂസിനാണ് അധികം ചാർജ് മേടിക്കാതെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കേസിലൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ ബയാസൊക്കെ വെച്ചായിരിക്കും ഫിനിഷ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ക്യാൻവാസിനെ ഒരു മെയിൻ ക്ലോത്തിലേക്കോ അല്ലെങ്കിൽ ലൈനിങ് പീസിലേക്കോ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ക്യാൻവാസിനെ ഒരു കാരണവശാലും ഇങ്ങനെ ഉരയ്ക്കരുത്, ഹീറ്റ് കൊടുത്ത് ഉരയ്ക്കരുത്. ഉരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസിനെ കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം ഹീറ്റ് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരുപാട് ചൂടും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു മീഡിയം കൈൻഡ് ഓഫ് ചൂട് മതി. സ്വല്പം നേരം ഹീറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോഴത്തേനും അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാൻവാസ് ആണെങ്കിൽ അത് ഒട്ടിക്കോളും. പിന്നെ ചിലർ പറയും എത്രയൊക്കെ ചെയ്തിട്ട് ഉരുകി പോവുകയാണ്, ക്യാൻവാസ് ഉരുകുന്നുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ആദ്യം ശ്രദ്ധിക്കേണ്ടത് അയൺ ബോക്സിൻ്റെ ആ ഹീറ്റാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് താഴെ വെച്ചു, അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ചു, അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടും കൂടെ ഒരു ലൈനിങ് ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടത്തേക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ബ്രിഡ്ജ് അതിൻ്റെ മുകളിലേക്ക് എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വേണ്ട. അത് അതുപോലെ തന്നെ സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അതിന് ചുറ്റും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ വെച്ചിട്ട് തുണി കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. കുറേ നാൾ മുന്നേയൊക്കെ ഞാൻ ഫ്രണ്ട് പീസിൽ മാത്രമേ ഈ പറയുന്ന പോലെ ക്യാൻവാസ് വെക്കത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കിലേക്ക് ഞാൻ ക്യാൻവാസ് കൊടുക്കാറില്ലായിരുന്നു.
അതാണ് കുറച്ചുകൂടെ എളുപ്പമെന്നും പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇല്ല, ഫ്രണ്ടിലും ബാക്കിലും ക്യാൻവാസ് കൊടുക്കുമ്പോൾ നല്ല ലുക്കും കിട്ടും, നമുക്ക് ചെയ്യാനും കുറച്ച് എളുപ്പം അത് തന്നെയാണ് കേട്ടോ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മളതൊക്കെ നോക്കി കണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, സൈഡെല്ലാം ട്രിം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ സൈഡിൽ നിൽക്കുന്ന എക്സ്ട്രാ ക്ലോത്തിനെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്രിസ്പി ജോർജറ്റ് കൈൻഡ് ഓഫ് ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ ഈ തുണി നിൽക്കത്തില്ല, ഇതിങ്ങനെ തെന്നി മാറിക്കൊണ്ടേക്ക് ഇരിക്കും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് പ്രസ്സൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കോട്ടൺ പോലുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരാറില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുരുണ്ട് ചുളുങ്ങി ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കി സ്റ്റിച്ച് ചെയ്യാൻ സഹായിക്കും, ഇതുപോലെ നമ്മൾ മുന്നേ കൂട്ടി പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യമൊന്നും മറക്കരുത്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സൈഡിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാനിതുപോലെ പ്രസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ഇതിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല, ജസ്റ്റ് ആ ഫോൾഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിനെ എടുക്കുക, അതിൻ്റെ നടുവശത്തൊരു നോച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ അതിൻ്റെ സെൻറ്ററിലും ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിന് ശേഷം നമുക്ക് പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാത്ത പക്ഷം ജസ്റ്റ് ഒന്നിങ്ങനെ അലൈൻ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ നെക്കായതുകൊണ്ട് ഒത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ഥലം വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇങ്ങനെ പതുക്കെ തയ്ച്ച് കൊണ്ട് നിർത്തി സൂചി കുത്തി താഴ്ത്തി പ്രഷർ ഫുട്ടിനെ പൊക്കി പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും പ്രഷർ ഫുട്ടിനെ താഴ്ത്തി തയ്ച്ച് കൊണ്ടുവരിക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ, ചെയ്യുമ്പോൾ അത്രയും പ്രശ്നമില്ല. നമ്മളെല്ലാവരും ചെയ്യാൻ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതത്രയും തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഈ 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിടത്തെല്ലാം നമ്മൾ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മൾ തയ്ച്ച ആ നൂല് മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ആ നൂല് വന്ന് നിൽക്കുന്നിടം വരെയും നമ്മൾ ആ നോച്ചിട്ട് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പതിച്ചടിക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പതിച്ചടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊന്ന് പ്രസ്സും കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആദ്യമേ നമ്മൾ ഇപ്പോൾ തയ്ച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ റോങ് സൈഡ് ലൈനിങ്ങിൻ്റെ വശം എടുത്തിട്ട് ക്യാൻവാസിനെ കറക്റ്റ് എങ്ങനെയാണോ വരേണ്ടത് അതുപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഹീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഉരച്ചും വലിച്ചും ഒന്നും നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ. നെക്ക് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ വരുന്ന പോലെ നമ്മൾ തന്നെ പിടിച്ച് വെച്ച് കൊടുത്തിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഹീറ്റ് കൊടുത്താൽ മതി, അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തയ്ക്കാനും എളുപ്പമാണ്, നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ നെക്കെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ടോപ്പിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ പ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ഓൾറെഡി പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഫുട്ടേജ് കിട്ടിയില്ല. ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് മുന്നേയൊക്കെ പതിച്ചടിക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1/4 ഇഞ്ചിൻ്റെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായില്ലേ നോച്ചസ് ഇട്ട് കൊടുത്ത ഭാഗങ്ങൾ, അത് ക്യാൻവാസിലായിരിക്കണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാൻവാസ് കണ്ടോ, ക്യാൻവാസിലാണ് നമ്മൾ ആ എക്സ്ട്രാ കൊടുത്തിരുന്ന ആ 1/4 ഇഞ്ചിനെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ളത്. പ്രസ് ചെയ്തല്ലോ എന്നോർത്ത് നമ്മൾ പതിച്ചടിക്കാതിരിക്കരുത്, പതിച്ചടിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഷോൾഡർ ജോയിനിങ്ങിനും അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാതായ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹെമ്മിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമുക്ക് പല രീതിയിലും തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, സൂചിയിൽ ഒരു സ്ട്രാൻഡ് മാത്രം നമ്മൾ കോർത്താൽ മതി. അതായത് ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ കഴുത്തല്ലേ കുറച്ച് മുറുക്കം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് 2 ഇഴയൊക്കെ
എടുക്കുമായിരുന്നു. പക്ഷെ അത് പുറമേന്ന് നോക്കുമ്പോഴത്തേനും അത് വൃത്തികേടാണ്. കാരണം ഈ നൂലിൻ്റെ തടിപ്പ് നമുക്ക് ഫ്രണ്ട് വശത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്ട്രാൻഡ് മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെങ്തിൽ മാത്രമേ നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ലെങ്ത് വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹെമ്മിങ്ങിലും ഉണ്ട് അത്യാവശ്യം 2-3 മെത്തേഡ്സ്. നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കുന്ന മെത്തേഡും ഉണ്ട്. കൂടുതലും ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ സ്ലീവിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഓവർലോക്ക് പുറമേ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഉള്ളിലേക്കാക്കി ഹെം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. ടാറ്റാ.